വെൽക്കം ടു BAA ട്രിവാൻഡ്രം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പേരൻസിനും സ്റ്റുഡൻസിനും വ്യക്തിപരമായി എനിക്കും കൺഫ്യൂഷനുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. AI, ജനറേറ്റീവ് AI, ഏജൻറ്റിക് AI, ഡേറ്റാ സയൻസ്. ഇങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് AI സ്പെഷ്യലിസ്റ്റ് രോഹിത് കൃഷ്ണനാണ്. രോഹിത് ഒരു ഗ്ലോബൽ ബിസിനസ് മാനേജറാണ് അലയൻസിലെ, ആൻഡ് ഹീ ഈസ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ഇസ്മത്ത്. വെൽക്കം രോഹിത് to this podcast. Thank you so much. Thank you, Lakshmi, for welcoming me. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം AI പറ്റിയാണ്. നമ്മൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് AI. അതല്ലെങ്കിൽ ജനറേറ്റീവ് AI എന്താണ്, ഏജൻറ്റിക് AI എന്താണ്, ഇങ്ങനൊരു കൺഫ്യൂഷൻസ് പേരൻസിൻ്റെ ഇടയിലും സ്റ്റുഡൻസിൻ്റെ ഇടയിലും വ്യക്തിപരമായി എനിക്കുള്ളൊരു സംശയമാണ്. അപ്പോൾ സർ, എനിക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് AI? AI എന്ന് പറയുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി എന്ന് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിർക്കും വലുതായിട്ട് മുകളിലാണ് ഇപ്പം AI കാലഘട്ടവും ഇത് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മളൊരു വാക്കിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞിട്ട് പലതും കേൾക്കുന്നത്. ഇതെന്താണ് ഏതാണെന്നൊരു സാധാരണക്കാരന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അപ്പം അതിന് നമുക്ക് ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു കൊടുത്താലേ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലികൾ, അതായത് നമ്മൾ ചെയ്യുന്ന പല ജോലികൾ ഡേ ടു ഡേ ലൈഫിലായിട്ട് എന്തായിക്കോട്ടെ, ആ ജോലികളിൽ നിന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് സുലഭമായി പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു AI ഫീച്ചർ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിപ്പം എല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന ഒരു 2022 ശേഷമായിരിക്കുമല്ലോ നമ്മളൊക്കെ കേൾക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 2020 അല്ല, അതായത് 1956 മുതലുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. കാരണം അത് അത്ര ഒന്നും വളർന്ന് വലുതായ സമയമല്ല. അപ്പം ഇത് വളർന്നു വന്ന് ഈ 2020 വളർന്ന് വലുതായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നല്ല ഹെവി മെഷീൻസ്, അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ എല്ലാം കിട്ടുന്നത്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന 5Gയും ഒക്കെ അല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 5G ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ AIയുടെ മെയിൻ ഘടകം ഇരിക്കുന്ന ഡേറ്റയിലാണ്. അപ്പം ഡേറ്റ എത്രത്തോളം നമുക്ക് സുലഭമായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, ഒരാളുടെ ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് AI ഉത്ഭവിക്കുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങുന്നത് തന്നെ ഡേറ്റാ സയൻസിൽ നിന്നാണ്. അപ്പോൾ ഡേറ്റാ സയൻസ് ആണ് മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉത്ഭവം സൃഷ്ടിക്കുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെയുള്ളൊരു സ്ഥിരമായി കേൾക്കുന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ AI നമ്മുടെ പുതിയ കാൻഡിഡേറ്റ്സിൻ്റെ ജോബിനൊരു ഭീഷണിയാകും. അതായത് ഇപ്പം പുതിയ ഒരുപാട് പേര് ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്കൊരു ജോബിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന, ഒരു ഫ്രഷറസേ അവർക്കൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ സ്ഥിരമായി കേട്ടു വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു AI വന്നതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ജോബ് കിട്ടുന്ന ഒരു സിനാരിയോയിൽ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ? അത് ഈ ജോബ് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം AI വന്ന സ്ഥിതിക്ക് ഇപ്പം ജോലി കിട്ടുന്നില്ല, അല്ല മറ്റേ ഇപ്പം പലതും മാറുന്നു, നമുക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ വന്നു തുടങ്ങി. ഇതിൻ്റെ ശരിക്കും പറഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ ഇത്രയും നാൾ എന്തോ പഠിച്ചത്, സ്വാഭാവികമായിട്ട് ഒരാൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോകുന്നു, അവിടെ ഇരിക്കുന്ന പോർഷൻസ് സിലബസ് നോക്കുന്നു, അതിനനുസരിച്ച് മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്നു. അതാണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര തീരെ കുറവാണ്. അപ്പം ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഏറ്റവും മെയിൻ ഇവർക്ക് പ്രശ്നം പറ്റുന്നത്. രണ്ടാമത്തത്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന സ്ഥിതിക്ക് ജോലി പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്. ഇപ്പം ചിലവർ ചോദിക്കത്തില്ലേ, നമ്മൾ തന്നെ കുറേ ഇത് ചെയ്തിട്ടില്ലേ, എന്താ പറയുക, ജോബ് ലോസ് അല്ലെങ്കിൽ പറഞ്ഞു വിടുന്ന IT സെക്ടേഴ്സിലൊക്കെ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ, ലേ ഓഫ്സ്. അതെ, ലേ ഓഫ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഈ ലേ ഓഫ്സ് IT സെക്ടേഴ്സിലുള്ള കാര്യങ്ങൾ AIയുടെ ചേഞ്ചസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലെവലിലോട്ടൊരു ചേഞ്ച് മാറുകയാണ്. അതായത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് വേറൊരു രീതിയിലോട്ട് അപ്സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലി പോകുന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്കെയിൽ ചെയ്തില്ല, അല്ലെങ്കിൽ അപ്സ്കില്ല് ചെയ്യാതിരിക്കുന്നവരുടെയാണ് കൂടുതലും പോകുന്നത്. കാരണം ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അപ്ഡേറ്റുകൾ ഏറ്റവും സ്പീഡിൽ വരുന്നതാണ്. ഇപ്പോൾ എന്താ പറയട്ടെ, നമ്മളിപ്പോൾ കയ്യിൽ ഉപയോഗിക്കുന്ന ഫോണില്ലേ, ഈ ഫോണിൽ ഒരു ദിവസമെങ്കിലും അപ്ഡേറ്റ് വരാതിരിക്കുന്നുണ്ടോ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ? ഇല്ല. അപ്പം ഫോണിൽ തന്നെ അപ്ഡേറ്റ്, അതായത് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം നോക്കി നോക്കുക, അപ്ഡേറ്റുകൾ പല ആപ്പിൻ്റെ അപ്ഡേറ്റ് വരുന്നത് ഭയങ്കര കുറവാണ്. ഒരു വാട്സപ്പിൻ്റെ ഒക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇന്നോ ഏതെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റുകൾ വരുന്നത്, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം
ആപ്ലിക്കേഷൻസിൽ വരെ പെട്ടെന്ന് അപ്ഡേറ്റുകൾ വരുന്നത്. അപ്പം അതേപോലെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ഡേറ്റ് വേണ്ടേ? അപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നമാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ ഘടകം, ലേ ഓഫിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് കുറേ കൂടെ സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് നേരത്തെ ഒരു 10-15 പേര് ചെയ്യേണ്ട ഒരു ടീമെന്ന് വെച്ചോ. ആ 15 പേര് ചെയ്യേണ്ട ടീം അതിൻ്റെ വർക്കുകൾ, കാര്യങ്ങൾ ഇപ്പം AI വെച്ചിട്ട്, അതായത് ഇപ്പം ജനറേറ്റീവ് AI വെച്ചിട്ട് ഒരു 5 പേരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൽ നിന്നും അപ്സ്കില്ലായ 5 പേരെ, അതായത് ഈ പറഞ്ഞ AIയും ഇതൊക്കെ വെച്ചിട്ട് പഠിച്ചവരെ അതിൽ നിന്ന് 5 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഈ 15 പേര് ചെയ്യുന്ന ജോലി 5 പേരെ കൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് മാറുന്നത്. എന്ന് കരുതി വേറൊരു വഴിത്തിരിവ് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഇത് പഠിച്ചവരെ ആൾക്കാർ ആവശ്യമുണ്ട്. അത് പഠിച്ചവരെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു കോഡിങ്ങോ കാര്യങ്ങളോ പഠിച്ചതല്ല. ഓരോരോ ഡൊമെയിൻ സെക്ടർ, അതായത് ഓരോ ഫങ്ഷൻ സെക്ടർ ഉണ്ട്. അപ്പോൾ ആ സെക്ടറിൻ്റെ അകത്ത് ഈ AI എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇംപ്ലേസ് ചെയ്യാം എന്ന് നോക്കി ആൾക്കാരെ എടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഇതായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അത് എന്ന് പറയുമ്പോഴത്തേക്ക് ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ കുഴപ്പമാണ്. പിന്നെ അപ്സ്കില്ലിങ് ചെയ്യുന്നതിൻ്റെ കുറവിൻ്റെയും കുഴപ്പമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 12th കഴിഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് ഡയറക്റ്റ്ലി അവർ AI കോഴ്സിലോട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള സിനാരിയോയിൽ അവരെ കൊണ്ട് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പൈത്തൺ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് AIയിലോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം കറണ്ട് സിനാരിയോയിൽ, അതായത് ഇപ്പോഴത്തെ ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രോഗ്രാമിംഗ് നോളജിൻ്റെ ആവശ്യമുണ്ട്. അത് പൈതൺ ആവാം, ജാവ ആവാം, ഏതാവാം. പക്ഷേ ഇപ്പം കൂടുതലും സുലഭമായിട്ട് യൂസ് ചെയ്യുന്ന പൈതൺ തന്നെയാണ്. അപ്പം ഏറ്റവും ഈസി ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പൈതൺ തന്നെയാണ്. അപ്പം ഈ പൈതൺ വെച്ചിട്ട് ആയിരിക്കും കൂടുതലും നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പം ഇപ്പം തൽക്കാലം നമുക്ക് ലൈക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇപ്പം എന്ന് ഞാൻ പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ഇത് മാറാം. അതെ അതെ, അതെ. കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. ഉം. നാളെ ഒരു കാലത്ത് മാറും. കാരണം ഇപ്പം കുറേ പേര് ഇങ്ങനെ അല്ലാതെ പറയുന്നുണ്ട്. അതായത് മറ്റേ എന്താ പറയുക, ഇംഗ്ലീഷ് നോളജ് സ്കില്ല് മാത്രം മതി നാളെ ഒരു കാലത്ത്, പ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അത് പുതിയ തരം ടെക്നിക്കൽ ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയേണ്ട കാര്യമില്ല ഇരിക്കും ഇനി ഫ്യൂച്ചറിൽ. ഓക്കെ. അപ്പം ഇപ്പം തൽക്കാലത്തേക്കും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം. പിന്നെ +2 കഴിഞ്ഞവരാണെങ്കിൽ, കാരണം കറൻ്റ്ലി നമ്മുടെ ഇന്ത്യയുടെ ഇതറിയാമല്ലോ, ഒരു ഡിഗ്രി പോലും ഇല്ലേന്ന് ചോദിക്കും. കാരണം ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇല്ല ഡിഗ്രി പോലും വേണ്ട, ഒരാൾക്ക് സ്കില്ല് മതി പെട്ടെന്ന് ജോലി കിട്ടാൻ. ശരിയാ, സ്കില്ല് മതി പെട്ടെന്ന് ജോലി കിട്ടാൻ. പക്ഷേ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവരൊരു കട്ട് ഓഫ് ക്രൈറ്റീരിയ വെക്കത്തില്ലേ? ഫോർ എക്സാമ്പിൾ ഒരു HR ഇരിക്കുന്നു. HR ഇരിക്കുമ്പോഴത്തേക്കും ഓക്കെ, ഹി ഓർ ഷീ ഹാസ് എ സ്കിൽ. പക്ഷെ നോക്കുമ്പോഴത്തേക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ ആ HR അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. പക്ഷേ ടെക്നിക്കലി അയാൾ നല്ലൊരു കഴിവുള്ളവനായിരിക്കും. പക്ഷേ ആ ടെക്നിക്കൽ നോളജ് സ്കെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ പരിശോധിക്കാനായിട്ട് ആ ഒരു HR റൗണ്ട് മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പം അത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കൺസേണിൽ പറയുമ്പോൾ ഒരു ഡിഗ്രിയും കൂടെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് എന്തായാലും ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് നമുക്ക് ഈ ജനറേറ്റീവ് AI ആൻഡ് ഏജൻറ്റിക് AI, 2 ടൈപ്പ് ഓഫ് AI ആണ് ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ കേട്ടുവരുന്ന 2 AI. സോ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ്? പലരും ചോദിക്കുന്ന ഒരു കൺഫ്യൂഷനാണ്, എന്താണ്? എല്ലാവർക്കും ബേസിക്കലി AI എന്താണെന്നുള്ളതൊരു നോർമൽ ഇതിലറിയാം. ബട്ട് സ്റ്റിൽ ഈ ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരാമോ? ശരി, ഞാനിപ്പം ലക്ഷ്മിക്ക് തന്നെ പറഞ്ഞുതരാം. ലക്ഷ്മിയുടെ അടുത്ത് ഇത് ചോദിക്കുന്നത് കാരണം ഇത് കുറേ പേർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും വേറെ എന്തോ അതെ. ടെക്നിക്കലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ ജനറേറ്റീവ് AI എന്ന് പറയുന്നത് ശരിക്കും ഇതിനെ ഞങ്ങൾ ടെക്നിക്കലി വിളിക്കുന്ന LLM മോഡൽസ് ആണ്, ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറഞ്ഞിട്ടാണ് പേര് വിളിക്കുന്നത്. ഇപ്പം മാർക്കറ്റിൽ കൂടുതലും ലാർജ് ലാംഗ്വേജ് മോഡൽ എല്ലാവരും കേട്ടിട്ടുള്ള ChatGPT, ChatGPT കേട്ടിട്ട്, ജെമിനി ഉണ്ട്, ഇതൊക്കെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കൂടുതൽ വരുമ്പോഴത്തേക്കും എന്താ പറയുക, ടെക്നിക്കലായിട്ട്, അതായത് പുതുതായിട്ട് പഠിച്ചവർക്ക് നമ്മൾ ഫസ്റ്റായിട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മോഡൽസിന് കാശ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതായത് അതാകപ്പാടെ വലിയൊരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഇപ്പം കറൻ്റ്ലി ഇപ്പം നല്ലതായിട്ട് പോകുന്നത് ഫേസ്ബുക്കിൻ്റെ, അതായത് മെറ്റയുടെയാണ്, ഒലാമ എന്ന് പറയും. അപ്പോൾ ആ ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് പോകുന്നത്. അപ്പം ഈ പറഞ്ഞ മോഡലിനെ വെച്ചിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം ഇതിൽ ഈ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞത് മെയിൻ ഘടകം എന്ന് പറയുന്നത്, ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുമ്പോൾ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഒരു മനുഷ്യനെ വെച്ച് എക്സാമ്പിൾ പറയാം. മനുഷ്യൻ്റെ തലച്ചോറാണ്, മനസ്സിലായോ? അതായത് മനുഷ്യൻ്റെ തലച്ചോറാണ് ജനറേറ്റ് AI എന്ന് വിചാരിച്ചു. അതായത് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ.
ഇനി ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബാക്കി ഞാടി ഞരമ്പുകൾ കയ്യും കാലും, അതായത് തലച്ചോറുണ്ടെങ്കിലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഒരു കയ്യിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും കയ്യിൽ നിന്ന് നമുക്കൊരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ തലച്ചോറിൽ നിന്ന് സിഗ്നൽ പോയാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ സിഗ്നൽ തരേണ്ട തലച്ചോറ്, അതായത് പല കാര്യങ്ങളും ചെയ്യുന്നത് ജനറേറ്റ് ചെയ്യുക തലച്ചോറിൻ്റെ പണികൾ, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്ത് അനക്കിപ്പിച്ച് ജോലി എടുപ്പിക്കുന്നതാണ് ഏജൻറ്റ്. അപ്പം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താലേ ഒരാളുടെ പണി ഒരു രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ടാസ്കുകൾ ഇത്രയും നാൾ നമുക്കൊരു എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക എന്നാണ്. അല്ല, നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പ്രസൻറ്റേഷൻ ആ ഒരു ജനറേറ്റീവ് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരോ സ്ലൈഡ് ബൈ സ്ലൈഡ് തരും, ചെയ്തു തരത്തില്ല. ഏജൻറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു PPT പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആക്കി തരുന്നത്, അതൊരു PPT ഫയലാക്കി തരുന്നത്. മനസ്സിലായി? അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റും പിന്നെ ഡിസൈൻസും പിന്നെ അതിൻ്റെ സ്റ്റൈലും മറ്റേ ബോൾഡ് ഇറ്റാലിക്കൊക്കെ നമ്മളായിരുന്നു ഇതിനു മുന്നേ, അതായത് 2023 തൊട്ട് ഒരു കാലഘട്ടം വരെ. പക്ഷേ ഇപ്പം ChatGPTക്ക് തന്നെ ഏജൻറ്റ് മോഡുണ്ട്, അതായത് ഫുള്ളി ഡിസൈൻ തൊട്ട് എല്ലാം ചെയ്തിരും. നമുക്ക് ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്യുക, ഇരിക്കുക. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം. ഓക്കെ. ഇനിയുള്ളൊരു പ്രധാന ക്വസ്റ്റ്യൻ, ഇപ്പം ChatGPT, ജെമിനി ഇങ്ങനെയുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ എല്ലാവരും ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നു. അപ്പം നമ്മുടെ ഒരു പുതിയ തലമുറയെ അത് ഒന്നും കൂടി ഒരു ലേസി, അല്ലെ പൊതുവേ ഇപ്പം ഞാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ഒന്ന് മെയിൽ ചെയ്യണമെങ്കിൽ പോലും ഇപ്പം ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് ChatGPT കൊടുത്ത് ചെയ്യേണ്ട അത്രയും ലേസിനെസ്സിലോട്ട് ഞാൻ മാറി, വ്യക്തിപരമായി ഞാൻ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ നമ്മുടെ ജനറേഷൻസിന് ഇതൊന്നും കൂടെ അവരെ ലേസി ആക്കുമോ അതോ ഒന്നും കൂടെ അവരെ എക്സ്പെർട്ട് ആകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പൊതുവെ എല്ലാവർക്കും കാണുമോ? ഈ ഒരു കൺഫ്യൂഷൻ കണക്ക് കൂട്ടാൻ അറിയാമോ? അറിയാം. അല്ല, അത് കാൽക്കുലേറ്റർ വന്നതോടുകൂടി അതും നമ്മൾ കുറച്ച് ഉഴപ്പായിട്ടുണ്ട്. ഞാൻ ചോദിച്ചത്, നമ്മൾ ഈ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഒന്നും വീട്ടിലുള്ളവർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടില്ലല്ലോ. നമ്മൾ സ്കൂളിൽ ഒരിടയ്ക്ക് എത്ര ക്ലാസ്സിൽ 10ാം ക്ലാസ്സിന് ശേഷം നമുക്കൊരു ഉപയോഗിക്കാനായിട്ടും ക്ലാസ് ടേബിൾ ഒക്കെ ഉപയോഗിക്കാനായിട്ടും ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പം ആ ഒരു കാലഘട്ടത്തിൽ വരത്തില്ല ഈ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇതുവരെ കണക്കൂട്ടാൻ മടിയായിപ്പിക്കുമെന്ന്. മടിയൊക്കെ ആയിപ്പിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരും, അതിൽ ഒരു സംശയമില്ല. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ വേണ്ട എന്തുവാ, പെട്ടെന്ന് ഇപ്പം ലക്ഷ്മി ഇപ്പം അതിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, സാധനം ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവർക്കും കാര്യങ്ങൾ പെട്ടെന്ന് കാര്യം നടന്നു എന്നാണ് നോക്കുന്നത്. കാരണം ഔട്ട്പുട്ട് മാത്രം മതി എല്ലാവർക്കും. ആ ഒരു കാര്യങ്ങളിൽ പെട്ടെന്ന് സ്പീഡിൽ എവിടെ നിന്ന് ചെയ്യുന്നു, എവിടെ നിന്ന് കിട്ടുന്നു എന്ന് മാത്രമേ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ടുള്ളവർ മറ്റേ എന്താ പറയുക, അമ്മിയിലും പിന്നെ ഇതിലുമൊക്കെ ചമ്മന്തി അരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒലക്ക കൊണ്ടടിച്ച് നെല്ല് ഇതാക്കുന്നു എന്ന് കരുതി ഇപ്പോഴത്തെ ഉള്ള ഹൗസ് വൈഫിൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ മിക്സിയും ഗ്രൈൻഡറും വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവും? അത് ഒട്ടും പറ്റത്തില്ലല്ലോ. കാരണം കാലം പോകുന്നിടത്തോളം അത്രയും സ്പീഡിൽ പോയാലേ പറ്റുള്ളൂ. ഇപ്പം എല്ലാവരും മിക്സി, ഇപ്പം എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് വരെ വാങ്ങിക്കാൻ തുടങ്ങിയില്ലേ. അപ്പം കാരണം ആർക്കും സമയമില്ല എന്ന് കരുതി മറ്റേതിന് രുചിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, അതിന് രുചിയുണ്ട്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ എന്ന് കരുതി അതിനെ നമുക്ക് സമയം കളയാൻ പറ്റുന്നുണ്ടോ? അപ്പം അതാണ് മെയിൻ പ്രശ്നം. ഇപ്പം മടിയാക്കിപ്പിക്കില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആക്കി പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാനായിട്ട് സമയം എടുക്കത്തില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പണ്ട് നേരത്തെ ചിന്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെ എഴുതണം, എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം കൂടുതലും ഒരു വർക്കിംഗ് എംപ്ലോയീസിനെ സംബന്ധിച്ച് ഈ പറയുന്ന LLMs അവരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് പെട്ടെന്നൊരു ഔട്ട്പുട്ട്, ഇപ്പോൾ പൈതൺ കോഡ് ചെയ്ത് അവർക്ക് ഒരു ഔട്ട്പുട്ട് വരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനാരിയോയിൽ ബട്ട് ഒരു സ്റ്റുഡൻറ് ബേസിക്കിൽ അവർക്കത് ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലേ? കാരണം അവർക്ക് ഒരു മൊബൈൽ ആക്സസോ മീൻസ് ഒരു എക്സാം ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ആ ഒരു കോഡിൻ്റെ ഫ്രെയിം വർക്ക്സ് ഒക്കെ ഓർത്തിരിക്കാൻ പറ്റണം എന്നുണ്ടോ ഇപ്പോൾ ഈ ChatGPTയോ ജെമിനിയോ യൂസ് ചെയ്തവർ ചെയ്യുമ്പോൾ? ഇപ്പം അങ്ങനെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഇപ്പോൾ എല്ലാവരും പഠിപ്പിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഈ പറഞ്ഞ ChatGPT നോക്കിയാണ് കോഡ് എഴുതുന്നത്. നമ്മളിപ്പോൾ ഒരു അസൈൻമെന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം അതെങ്ങനെ വന്നു. ആ ഒരു കോഡിൻ്റെ അകത്ത് സ്ട്രക്ചർ ഇരിക്കുമ്പോഴത്തേക്ക് കാണാം. കാരണം പിള്ളേർ അതേപോലെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിടും, അതിന് ഇച്ചിരി പോലും മാറ്റി എന്നാൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണെന്ന് പോലും അവർ ചെയ്യുന്നില്ല.
അപ്പം ആ ഒരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പിള്ളേർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവുക ഇത് ചെയ്യുന്നതിന് തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തെറ്റും പറയാൻ പറ്റത്തില്ല. കാരണം കമ്പനിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂവിന് ബേസിക് ചോദിക്കും. ചോദിക്കും. അത് അവരുടെ മസ്റ്റാണ്, അവരുടെ കാര്യമാണ്. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ കാരണം ബേസിക് അറിഞ്ഞാലേ പറ്റുള്ളൂ. എന്നാൽ ഈ ബേസിക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നാൽ ഇതും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റില്ലെന്നേ പറയുന്നുള്ളൂ. കാരണം പ്രൊഡക്ടിവിറ്റി ഉണ്ടായാൽ പോരെ. അതെ. രണ്ടാമത്തെ കാര്യം, ഇത് ചുമ്മാ യൂസ് ചെയ്തുകൊണ്ട് എന്നാൽ അതിൻ്റെ ബേസ് ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അതാ ഒരു ഉപയോഗം ഉണ്ടാവുന്നില്ല. അതെ. പിന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ അടുത്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിങ് പോലും എഴുതേണ്ട ആവശ്യമില്ല. അതായത് പലതും AI തന്നെ ഈ പറഞ്ഞ ഏജൻറ്റ് തന്നെ കോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ മതി, അത് ഏജൻറ്റ് തന്നെ നമുക്ക് വേണ്ടി ബിൽഡ് ചെയ്ത് തരും. അപ്പോൾ ഈ കോഡിങ് കാര്യങ്ങളും എല്ലാം ഏജൻറ്റ് തന്നെ ചെയ്യും. ടെസ്റ്റ് പോലും, അതായത് ആ സോഫ്റ്റ്വെയർ എഴുതി വെച്ചെന്ന് വെച്ചോ, ആ കോഡ് പോലും ടെസ്റ്റ് ചെയ്ത് തരും. പക്ഷേ ഇതിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമെന്നുള്ളവനും അറിഞ്ഞൂടാത്തുള്ളവരും ചെയ്യുന്നതിന് രണ്ടാണ്. അറിയാമെന്നുള്ളവന് ചെയ്തു കഴിഞ്ഞാൽ അതെന്താ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാവും, അതെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ അറിഞ്ഞൂടാത്തവൻ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ എന്തോ ഉണ്ടായി വന്നു, ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്. പുള്ളിക്ക് ആ കോഡ് അറിഞ്ഞുകൂടാ, അതിൻ്റെ അകത്ത് എങ്ങനെ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്ന അറിഞ്ഞുകൂടാ, അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൂടാ. കാരണം അടുത്തൊരു ഫംഗ്ഷനാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പം മെയിനായിട്ട് പ്രശ്നം വരാൻ പോകുന്നത്. കാരണം AI ഇത് കാര്യങ്ങളൊക്കെ വരാൻ പോകുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു ഇതാണ് സൈബർ സെക്യൂരിറ്റി. അപ്പം ഈ പറഞ്ഞ കോഡിൻ്റെ അകത്ത് എന്തെങ്കിലും ലൂപ്പ് ഹോൾസുകൾ കാണുമോ എന്ന് ഈ കാര്യം അറിഞ്ഞൂടാത്ത ഒരാൾ ചെയ്യുമ്പോഴത്തേക്ക് അറിയത്തില്ല. അവൻ ചെയ്തു വെച്ച കോഡിൻ്റെ അകത്ത് സ്ട്രക്ചർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊന്നും അവന് മനസ്സിലാവത്തില്ല. ചുമ്മാ കൊടുത്തു മറ്റേ ChatGPT അല്ലെങ്കിൽ ഏജൻറ്റ് വെച്ച് ബിൽഡ് ചെയ്ത് എനിക്കൊരു സാധനം തന്നു എന്ന് മാത്രമേ ആവുകയുള്ളൂ. അപ്പം അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ആ ഒരു പ്രോസസ്സ് ചെയ്താലേ മാത്രമേ ഇനി അങ്ങോട്ട് മുമ്പോട്ടാണെങ്കിൽ എപ്പോഴാണെങ്കിലും അത് ചെയ്യാൻ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ സയൻസ് ആൻഡ് AI ഇങ്ങനെ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടുള്ളൊരു യൂസ് എന്താണ്? ഇപ്പം മോസ്റ്റ്ലി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഡേറ്റ സയൻസ് വിത്ത് AI കൂടുതലും സ്റ്റുഡൻസ് അല്ലെങ്കിൽ എൻക്വയറിക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ക്ലബ് ചെയ്തൊരു പ്രോഗ്രാമാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് ഡേറ്റ സയൻസ് AI ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ? ഡേറ്റ സയൻസ് ആൻഡ് AI അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം വരുന്നുണ്ട് മെഷീൻ ലേണിംഗ്. അതും കൂടെ നമുക്ക് മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. ഈ ഡേറ്റ, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം പഠിക്കണമെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുന്നു, പല കോളേജിൽ പോകുന്നു, എല്ലാത്തിനും ഈ ഡേറ്റ എന്ന് പറയുന്ന സാധനം മസ്റ്റാണ്. അതെ. നമ്മൾ സ്കൂളിലും കോളേജിലും ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് ആകെപ്പാടെ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതായത് അതിലെന്താണ് അച്ചടിച്ച് വരുന്നത് ആ ഒരു ടോപ്പിക്കായിരിക്കും പഠിക്കുന്നത്, അല്ലേ? സിലബസ് വരും, അതിനനുസരിച്ച് അച്ചടിച്ച് വെക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വരും, അതാണ് പഠിക്കുന്നത്. അതാണ് നമ്മുടെ കാലത്ത് നമ്മുടെ ഹ്യൂമൻസിൻ്റെയൊക്കെ മെയിൻ, അതായത് സ്കൂളിലും കോളേജിലും പോകുമ്പോൾ ഡേറ്റ. പിന്നെ വെളിയിലിരിക്കുമ്പോഴത്തേക്ക് സമൂഹത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ തലച്ചോറിൽ മനസ്സിലാക്കി വെക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരാൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ഡേറ്റേനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം ഡേറ്റ സയൻസ് മസ്റ്റാണ്. അപ്പം ഡേറ്റ സയൻസ് ഉണ്ടെങ്കിലേ AI വരുള്ളൂ. ഡേറ്റ സയൻസ് ഉണ്ടെങ്കിൽ ഇത് വരുള്ളൂ. അപ്പം ഡേറ്റ സയൻസ് വന്നതിന് ശേഷം, അതായത് ആവശ്യമില്ലാത്ത എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, കാരണം ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഏറ്റവും സ്പീഡിൽ നമ്മൾ പഠിക്കുന്നത് എന്തുവാ? ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്നും സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, അല്ലേ? അത് കണ്ടുപിടിച്ച് പഠിക്കുക. സ്ഥിരമായിട്ട് വരുന്നത് നമുക്ക് അറിയാമല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മളത്? ഈ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. അതെ, അത് നോർമലി ടെക്സ്റ്റിൽ തന്നെ ഒരു ബോൾഡിൽ മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ ബോൾഡിൽ മാർക്ക് ചെയ്യും. ഓക്കെ, അതൊരെണ്ണം. പിന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുമല്ലോ, ടീച്ചേഴ്സ് പറയും ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകും എന്നുള്ളത്. പിന്നെ നമുക്ക് വാട്ട് ഈസ് സംതിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പൊതുവേ നമുക്ക് വരാറുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണല്ലോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മറ്റേ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും എടുക്കാറില്ല. പിന്നെ അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സംതിങ് അങ്ങനത്തെ സീനിയേഴ്സിന്റെ മുമ്പത്തെ ക്ലാസ് അവർ കിട്ടിയിരുന്ന സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ ഓരോന്നോരോന്ന് പറഞ്ഞില്ലേ, ഇതിനെയാണ് ഡേറ്റനെ നമ്മളെ ലേബൽ ചെയ്യാന്ന് പറയുന്നത്, അതിൽ ക്ലീൻ ചെയ്തെടുത്ത് വെക്കുക എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ പഠിക്കുമോ?
അതെ, ഏഹ്. പഠിച്ചു. ബാക്കി നമ്മളെ ഏറ്റവും അവസാനം, അതായത് അതെ, പരീക്ഷയുടെ അവസാനം വരെ നമ്മളിരിക്കുമ്പോഴത്തേക്കും ബാക്കി നമ്മളൊന്നും പഠിക്കാൻ പഠിക്കാൻ നോക്കത്തില്ല. നോക്കത്തില്ല. അതെ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു കാര്യമാണ്. ഉം. അത്രേ ഉള്ളൂ. ഡേറ്റ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് ഇമ്പോർട്ടൻ്റ്, ഏത് ഫീൽഡാണ് ഇമ്പോർട്ടൻ്റ്. ഒരു എക്സൽ ഷീറ്റ് ആയിരിക്കാം, ഒരു SQL സെർവർ ആയിരിക്കാം അതിൻ്റെ അകത്ത്. ഇതിൽ ഏതിനായിരിക്കും ഇമ്പോർട്ടൻ്റ്? കാരണം അന്നത്തെ പരീക്ഷയിൽ നമ്മൾ ഏതിനായിരിക്കും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ നോക്കുകയുള്ളൂ. അതെ, അതെ. അതേപോലെ നമ്മുടെ വർക്ക് എന്താണ്, ആ ഒരു വർക്ക് ഡൊമെയിൻ്റെ അകത്ത് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ നോക്കത്തുള്ളൂ. ഓക്കെ. ഇത് പഠിച്ച് വെച്ചതിന് ശേഷം, അതായത് ഇപ്പം നമ്മൾ ഡേറ്റ എടുത്തതിന് ക്ലീൻ ആക്കി ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ലക്ഷ്മി അത് പഠിച്ച് വെച്ചതിന് ശേഷം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിലോട്ട് നെക്സ്റ്റ് പോകും. അതായത് മെഷീന് ഇത് പഠിക്കും, നമ്മൾ സെയിം സ്വാഭാവികമായിട്ട് പഠിക്കുന്ന പോലെ. അപ്പം ലക്ഷ്മിക്ക് ഒരു 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വെച്ചോ, ലക്ഷ്മി എങ്ങനെയായിരിക്കും പഠിക്കാനായിട്ട് സ്ട്രാറ്റജി ഇടുന്നത്? കുറേ പാരഗ്രാഫ്സിൽ എങ്ങനെയെങ്കിലും മാക്സിമം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ നോക്കും. 16 മാർക്കിൻ്റെ നമ്മൾ ഇത്രയും വേർഡ്സ് ആയിരിക്കുമല്ലോ എഴുതേണ്ടത്. അതെ. അതിൽ നമ്മൾ എത്ര പഠിക്കും? അതിലൊരു 8 മാർക്കിന്റെ എന്തായാലും പഠിച്ചിരിക്കണം. ആ ബാക്കി 8 മാർക്കിന്റെ പറ്റുമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് തള്ളുക. നമ്മൾ അതിനനുസരിച്ച് ചുമ്മാ അങ്ങ് തള്ളി അതെ. വലിച്ച് ഇച്ചിരി ഒന്ന് എഴുതാൻ നോക്കും. അതെ. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ ഇത് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, റീസർക്കിൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. അതിനെന്താണ് ഔട്ട് വരേണ്ടത്, അതായത് ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന എന്താണ് ഔട്ട് വരേണ്ടത് അത് മാത്രം അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ പല ടൈപ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ച് കൊടുക്കും. ഏതിനാണ് നല്ലത്, ഏത് മോഡലാണ്, ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ആ മോഡൽ ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കും. ഇതെല്ലാം വെച്ച് പഠിപ്പിച്ചെടുത്തിട്ട് ഇത് പഠിച്ചോ ഇല്ലയോ എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് നോക്കുന്നത്. അതായത് ലക്ഷ്മി പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനാണ്, അതായത് അന്ന് അവിടെ പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷ കിട്ടുന്നതിനൊരു മാർക്ക് കിട്ടുമോ? അതെ. ആ ഒരു 100-ന് നമുക്ക് എത്രയൊക്കെ ആയിരിക്കും കിട്ടുന്നത്? ഒരു 10-80 മാർക്ക് കിട്ടും. ഇതേപോലെയാണ് മെഷീനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതായത് ഒരു 100 സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 80% ഇതിനെ പഠിപ്പിക്കും, 20% മാറ്റി വെക്കും. ഈ 20-നെ കൊണ്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. 80-20 എന്ന് പറയും. 20-നെ കൊണ്ട് നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലിനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ പറയുന്ന ആക്യുറസി ഒരു 80, 86 അല്ലെങ്കിൽ 90 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഒരു 70-നൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്ര നമ്മളാ എടുക്കത്തില്ല. പറ്റുമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും പഠിപ്പിക്കും. നമ്മൾ എക്സാമിന് ടീച്ചർമാരിടുമ്പോഴത്തേക്കും നേരെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും റീടെസ്റ്റ്, പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് റീടെസ്റ്റ്. അതുപോലെ തന്നെ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. വീണ്ടും റീട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് മാറ്റുക. അതായത് ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മി പഠിപ്പിച്ചത് ആ ഒരു രീതിയിൽ നിന്നും മാറി വേറൊരു രീതിയിൽ നോക്കും, അത്രയും നല്ല ഒരു ഔട്ട് കിട്ടുന്നില്ലെങ്കിൽ. അതേ ഉള്ളൂ മെഷീൻ ലേണിംഗ് മോഡലിൽ നമ്മളും ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി എന്താ കാര്യം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോഡൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് നമുക്ക് മോഡലുകൾ പലതും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിൻ്റെ ഇപ്പം അധികം കുറഞ്ഞു വരികയാണ്. കാരണം മോഡലുകളുണ്ട്, ഓപ്പൺ സോഴ്സ് ഉണ്ട്, കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന മോഡലുകളുണ്ട്, അല്ലാതെ ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ മോഡലിനെ വെച്ചിട്ട്, അതായത് ഈ പറഞ്ഞ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ വെച്ചിട്ട് നമുക്ക് പണിയെടുപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലോട്ടാണ് ഇപ്പോൾ ഇനി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം മെയിൻ തുടങ്ങും ഡേറ്റയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഡേറ്റാ സയൻസ് AI ഇത് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സെക്ടറാണല്ലേ? കാരണം നമ്മുടെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് അത്യാവശ്യം ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്. മീൻസ് ഈ ലേ ഓഫ്സ് ഒക്കെ നടക്കുന്ന ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ ഇങ്ങനത്തെ ഫീൽഡിലൊക്കെ നല്ല രീതിയിലുള്ള ലേ ഓഫ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അവർക്ക് ജോബ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്? കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ലക്ഷ്മി, നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും പിള്ളേർ ആദ്യം പറയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ജോലി വേണം, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് വേണം എന്നൊക്കെയാണ് പറഞ്ഞാണ് വരുന്നത്. പക്ഷേ ഈ ഡേറ്റ സയൻസ്, മെഷീൻ ലേണിങ്ങും ഇതെല്ലാം ഞാൻ പഠിച്ചോളാം, AI ഒക്കെ പഠിച്ചോളാം എന്ന് പറയും. എന്നാൽ പിള്ളേർ അത് പഠിച്ചിട്ടുള്ളവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഈ പഠിച്ച് വെച്ചെന്ന് വെച്ചോ, മെയിൻ പ്രശ്നം നടക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഒരു ഫ്രഷേഴ്സിൻ്റെ മെയിൻ പ്രശ്നമാണ് ഡൊമെയിനിനെ പറ്റി അറിവില്ല. മനസ്സിലായോ? അതായത് ഓരോ സെക്ടേഴ്സിൽ ഡൊമെയിനുണ്ട്, അവിടത്തേൽ വർക്ക് ചെയ്യാനായിട്ട് അറിവില്ല. എന്നാൽ ഈ ടെക്നിക്കൽ മാത്രം ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഡൊമെയിനെ പറ്റിയും കുറച്ച് അറിഞ്ഞാലേ പറ്റുള്ളൂ. അന്ന് ഡൊമെയിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ താല്പര്യം നമ്മൾ അറിയണം, അല്ലെങ്കിൽ അവരുടെ താല്പര്യമുണ്ട്, ഓരോരുത്തർക്ക് ഇഷ്ടം ചെയ്യുന്നതുകൊണ്ട്. കാരണം ഇത് എല്ലാ ഡൊമെയിനിലും വരും ഈ പറഞ്ഞ AI കാര്യങ്ങളും. അപ്പം ആ ഒരു ഡൊമെയിന് നോളജ് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ മെയിൻ പ്രശ്നമാണ്. കാരണം നമുക്ക് ഇപ്പം വരുമ്പോഴത്തേക്ക് അറിഞ്ഞൂടെ, എനിക്ക് എങ്ങനെയെങ്കിലും ജോലി മതി. ഏറ്റവും മെയിനായിട്ട് ഞാൻ കണ്ട ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, ഞാൻ എന്ത് പണിയും വേണോ ചെയ്യാം, ഞാൻ എത്ര മണിക്കൂറും വേണോ ചെയ്യാം എന്നാണ്.
അപ്പം ഈ എത്ര മണിക്കൂർ വേണോ ചെയ്യാം, എന്ത് വേണോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ജോലി എടുക്കും? അതെ. ചോദിക്കുന്നത് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വന്ന് പറയാണ് എനിക്ക് എനിക്ക് എന്നെ ഒന്ന് ജോലി കയറ്റുമോ, ഞാൻ എന്ത് പണി എടുക്കും, ഞാൻ വേണമെങ്കിൽ രാത്രി വരെ കുത്തിയിരിക്കാം, ഞാൻ എന്ത് വേണോ ഇത് ചെയ്യാൻ പറയും. അത് ഞാൻ നിന്നെ എടുത്തെന്ന് വെച്ചോട്ടെ, നീ എന്തായിരിക്കും എനിക്ക് തരുന്നത്? മനസ്സിലായേ? അതിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. അപ്പം ഒരു പിള്ളേർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ശരി എന്നെക്കൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പേരെ ഞാൻ ഇത് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇത്രയും പ്രോഡക്റ്റ് എനിക്ക് ബിൽഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ഞാൻ പിടിച്ചു തരാം, ഈവൻ ദോ സെയിൽസിലാണെങ്കിൽ പോലും ഇല്ലേ, ടാർഗറ്റൊക്കെ ഇല്ലേ. അതെ അതെ അപ്പം അതേപോലെ തന്നെയാണ് എന്നെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് പറയാനായിട്ട് പറ്റണം. അല്ലാതെ അവിടെ വന്നിട്ട് ഞാൻ ഇത്രയും എത്ര നേരം വേണോ പണിയെടുക്കാം, എത്ര ഇത് അതിലല്ല കാര്യം ഇരിക്കുന്നത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡൊമൈനിനെ അറിഞ്ഞുകൂടാത്തതിൻ്റെ കുഴപ്പമാണ്. അതാണ് മെയിൻ പ്രശ്നം. ഇനി ലേ ഓഫിൻ്റെ ഒക്കെ കാര്യം വരുമ്പോഴത്തേക്കും മെയിനായിട്ട് അപ്സ്കെയിൽ ചെയ്യില്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ തെറ്റും പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു കൊളീഗ്സിൻ്റെ അടുത്താണെങ്കിലും ഞാനൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞ് എൻ്റെ പ്രായമായി പിള്ളേരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇനി എന്ത് പഠിക്കാനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അതെ എന്നിട്ട് അപ്പോഴത്തേക്കും എല്ലാവരും ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ പറയും മര്യാദയ്ക്ക് അന്നേ പറഞ്ഞതില്ലേ സർക്കാർ ജോലി മതിയെന്ന്. ഈ സർക്കാർ ജോലി പോലും ഇനിയിപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ പ്രൈവറ്റൈസ്ഡ് ചെയ്യുന്നുണ്ട്. അതെ അതെ അപ്പം എല്ലാം കാര്യങ്ങൾ പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. സർക്കാർ തന്നെ പല കാര്യങ്ങളും പുതിയ പുതിയ ആപ്ലിക്കേഷൻസും പല കാര്യങ്ങളും കൊണ്ടുവരുന്നു. ഇപ്പം KSRTC തന്നെ പുതിയ പുതിയ ആപ്പുകൾ വന്നിട്ടുണ്ട്. അതെ അപ്പം അവിടെ എല്ലാം ഇപ്പം നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞും പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുതിയതിലോട്ട് മാറിയേ പറ്റുള്ളൂ. അപ്ഡേഷൻ എന്നുള്ളത് അല്ലേ. അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമൺലി കേട്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോൺ IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു IT സെഗ്മെന്റിലോട്ടൊരു ജോബ്, നമ്മുടെ ഒരു നാട്ടിലെ ഒരു സാഹചര്യം വെച്ചിട്ട് അറിയാലോ, നമ്മൾക്കൊന്നുകിൽ നല്ലൊരു സാലറി ഉള്ളൊരു ജോബ് വേണമെങ്കിൽ മോസ്റ്റ്ലി ഗവൺമെൻറ് സെക്ടറിൽ നല്ലൊരു പൊസിഷൻ ജോബ് വേണം, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് IT സെഗ്മെൻറ്റ് ജോബ് വേണം. നോൺ IT ഇപ്പം ഈ BA ലിറ്ററേച്ചർ, BA എക്കണോമിക്സ്, BCom, ഇപ്പം BTech ഈവൻ മെക്കാനിക്കൽ, BTech സിവിൽ, ഇങ്ങനെയൊക്കെ നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ ഒരു ഡേറ്റാ സയൻസ്, AI പോലുള്ള agentic AI പോലുള്ള കോഴ്സുകളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. തീർച്ചയായിട്ടും പറ്റും. അതെന്തായാലും നടക്കുകയും ചെയ്യും. കാരണം ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഈ പറഞ്ഞ BTechഉം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എസ്പെഷ്യലി ലക്ഷ്മി എടുത്ത് പറഞ്ഞ മെക്കാനിക്കൽ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് വന്നത്. ഓക്കെ ഞാൻ ഇവിടെ വന്നു. ഞാൻ എന്നിട്ട് ചെയ്യുന്നത് ഇപ്പോൾ വേറൊരു പ്രോസസ്സിലെ ജോലിയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇത് പഠിച്ചിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ചെയ്യുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്നതായിട്ട് ബന്ധമില്ല. പക്ഷേ ഞാൻ നോക്കുന്നത് ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് അത് വേറൊരു രീതിയിലാണ്. അത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുകയോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇപ്പോൾ ഇതിൽ പറയാം. ശരിക്കും ഞാൻ മെക്കാനിക്കലാണ് പഠിച്ചത്. പിന്നെ അതിന് ശേഷം എനിക്ക് ഭയങ്കര താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിലോട്ട് ഞാൻ കുറച്ച് മാറിയായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സ് കണ്ടപ്പോഴത്തേക്കും അവരുടെ കുറേ കാര്യങ്ങൾ, കമ്പോണൻസും സോൾഡറിങ്ങും ആ ഒരു കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ബോർഡ്, അതായത് നോഡ് MCU, ESP, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ പ്രോഗ്രാമിംഗ് വേണമെന്ന് പറഞ്ഞത്. അത് Arduino IDEയിൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ പ്രോഗ്രാമിംഗ് വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങോട്ട് മാറി. ഇതെല്ലാം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു ഇത് മാറിയപ്പോഴത്തേക്കും അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ തുടങ്ങി, പ്രോഗ്രാമിങ്ങിനെ പറ്റി. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കാണ് എന്താ പറയുക, ഈ നമ്മുടെ കോവിഡ് ടൈം വന്നത്. കോവിഡ് ടൈം വന്നപ്പോൾ എനിക്ക് കുറച്ച് നല്ല സമയം കിട്ടി. അപ്പം ഞാനത് ഇൻവെസ്റ്റ് ചെയ്തു. ആ സമയത്തെ കൊണ്ട് ഞാൻ ആദ്യം തുടങ്ങിയത് ഡേറ്റാ സയൻസിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ നോക്കി. അപ്പം ഞാൻ ആദ്യം കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് C ആയിരുന്നു. എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞൂടാ. ഇപ്പോഴും പാടാണ്. ഇപ്പം എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഒരു അറിഞ്ഞൂടാ. ആകപ്പാടെ അതെ ഹാഷ് ഇൻക്ലൂഡ് IOStream ഇതൊരു കാണാതെ പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി പാസ്സായതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ മെയിൻ പേടി അതേപോലെ ആകുമോ എന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല. പൈതൺ പഠിച്ചപ്പോഴത്തേക്കും പഠിപ്പിച്ചു തന്നൊരാളും ഞാൻ പഠിച്ചത് എനിക്കൊരു പഠിപ്പിച്ചു തന്ന നല്ലൊരു മാമായിരുന്നു. അപ്പോൾ അവർ നല്ല രീതിയിൽ പറഞ്ഞു തന്നതും ഞാനതിൽ ടൈം എടുത്തതും അത്രയും ഒരു ടൈം എടുത്ത് അതിനെ പ്രിപ്പയർ ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി. അതായത് എനിക്ക് അന്ന് വന്നത് ഏകദേശം ഒരു ഡെയിലി ഒരു മണിക്കൂറിൻ്റെ ഇതാണെങ്കിൽ ഞാൻ ഏകദേശം കുറച്ച് ഞാൻ തന്നെ, അതായത് സ്വന്തമായിട്ട് സെൽഫ് ലേണിംഗ് കൂടെ വേണം കേട്ടോ. സെൽഫ് ലേണിംഗ് കൂടെ വെച്ചിട്ട് ഞാൻ ഏകദേശം 1 മാസത്തിനുള്ളിൽ പഠിച്ചെടുത്തു. പിന്നെ ബാക്കി പഠിക്കുന്ന ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, AI അവിടെ തുടങ്ങി. അപ്പം ഞാനിപ്പം കറൻ്റ്ലി എൻ്റെ ഒരു ഫോക്കസ് മൈൻഡുണ്ട്, ഫോക്കസ് വിഷനുണ്ട്. അതായത് ഇതെല്ലാം മെയിൻലി വരുന്നത്
റോബോട്ടിക്സിലോട്ടാണ്. അതായത് മെക്കാനിക്കലുണ്ട്. മെക്കാനിക്കൽ വർക്ക് റോബോട്ട് അനങ്ങണമെങ്കിൽ മെക്കാനിക്കൽ വർക്ക് അറിയണം. റോബോട്ടിൻ്റെ പല കമ്പോണൻസ് ഇത് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിക്സ് അറിയണം. ഇനി ഇതെല്ലാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ പ്രോഗ്രാമിംഗ് വേണം, അതിൻ്റെ അകത്ത് AI വേണം, അതിന് ഈ കാര്യങ്ങൾ വേണം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒന്നും വന്നിട്ടില്ല. റോബോട്ടിക്സിൽ ഇത്രയും അഡ്വാൻറ്റേജ് സ്പെഷ്യലായിട്ട്, അതായത് ഫെസിലിറ്റേഷൻ അധികം വന്നിട്ടില്ല. അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം അതെന്തായാലും വരുമെന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. ഇനി ഡൊമെയിൻ നോളജ് വേറെ, ഇപ്പം കൊമേഴ്സ് അങ്ങനത്തെ പല ഇത് വരുന്നവരുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇപ്പം BAയിൽ ഞാൻ തന്നെ, നമുക്കൊരു നീൽ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അതെ. ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഫിനാൻസിൽ നിന്നാണ് വന്നത്, BA ലൈക്ക് ഡിഗ്രി ഫിനാൻസിൽ നിന്നാണ് വന്നത്. അവനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് ഡൊമെയിൻ്റെ അകത്ത് AI ഫങ്ഷൻസ് കൊണ്ടുവരാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിനാൻസ് കമ്പനികളാണ് ഇല്ലേ. അതായത് ഏത് കമ്പനിക്ക് നോക്കിയാലും ഫിനാൻസ് സെക്ടറുണ്ട്. കാരണം കാശ് വരുന്നുണ്ട്, കാശ് പോകുന്നുണ്ട്. ഈ ഫൈനാൻസ് ഫങ്ഷൻ്റെ അകത്ത് AI ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫൈനാൻസിൻ്റെ അകത്ത് AI ചെയ്യുക. അപ്പം അവിടെ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ, അതായത് ഫിനാൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ BCom അല്ലെങ്കിൽ BA ഫിനാൻസ് അല്ലെങ്കിൽ ലൈക്ക് BA അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിലും മതി, അതായാലും മതി. അപ്പം അങ്ങനെ ചെയ്യാമെന്നറിയാവുന്ന ഒരാൾ കിട്ടാനായിട്ട് കുറവാണ്. ഓക്കെ. അല്ലാതെ ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ഞാൻ AI എല്ലാം പഠിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന ഇത് എനിക്ക് ഡെസിഗ്നേഷൻ തന്നു, അതായത് ഒരു കമ്പനിയിൽ ഫിനാൻസ് ഫംഗ്ഷനിൽ എനിക്ക് അവരുടെ ബാലൻസ് ഷീറ്റ്, ചാർട്ട് ഷീറ്റ് എന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ അവിടെ വന്ന് എനിക്ക് അയാൾ പറഞ്ഞു തരണം ഇതെന്താണ്, ക്രെഡിറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത്. പക്ഷേ ഒരു ഫിനാൻസ് പറയുന്ന വ്യക്തി ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവന് ഈ ഡേറ്റ, അവന് ഇത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും, ഡേറ്റ സെറ്റുകൾ മനസ്സിലാവും, അവനെ അപ്പം അറിയാം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന്. അപ്പം ഈ പറഞ്ഞ ലൈക്ക് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം IT സെക്ടറിലോട്ട് പോകുന്നു. ഇല്ല, അവരുടെ സെക്ടറിൽ തന്നെ ഇതൊക്കെ AI ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ഫാർമസിസ്റ്റ് വന്നു കഴിഞ്ഞാലും, ഈവൻ ദോ നമ്മുടെ മെഡിക്കൽ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാലും എല്ലായിടത്തും ഇത് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ പറയട്ടെ, മെഡിക്കലിൻ്റെ സൈഡിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മരുന്നുകൾ കണ്ടുപിടിക്കുക, അതായത് ഡ്രഗ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ടുണ്ട്. AIയിൽ തന്നെ മരുന്നുകളെ കണ്ടുപിടിക്കുക. ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ മറ്റേ ഇതൊക്കെ വാക്സിൻസ് ഒക്കെ ഇല്ലേ, ഏറ്റവും സ്പീഡിൽ കണ്ടുപിടിക്കുന്ന തന്നെ മെഷീൻ ലേണിംഗ് വെച്ചിട്ടായിരുന്നു അന്നത്തെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും നമുക്കറിയുന്നില്ല. പക്ഷേ ഇതിനെല്ലാം ഡേറ്റകൾ വേണം, ട്രയൽ റണ്ണ് നടത്താനും ഇതൊക്കെ ചെയ്യാനും. അപ്പം ഏത് ഡൊമൈൻസിലാണെങ്കിലും, ഇപ്പോൾ ഈ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ഇതിന് തന്നെ കണ്ടൻറ് ക്രിയേഷൻസ്, അല്ലെങ്കിൽ ഇവിടെ നമ്മളിപ്പം ഈ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവർക്കും ആവശ്യമുണ്ട്. എഡിറ്റിങ്ങിന് ഇപ്പോൾ AI വന്നില്ലേ, ഇത്രയും നാളായിട്ട് ഇപ്പം എന്താ പറയുക, നല്ല നല്ല എഡിറ്റിങ്സ് കാര്യങ്ങൾ വന്നില്ലേ, ജെമിനൈ വെച്ചിട്ട് VO3 ഒക്കെ വെച്ചിട്ട് കണ്ടില്ലേ. അപ്പം ഏതിനാ വരാത്ത, എല്ലാ ഡൊമൈനിലും വരുന്നുണ്ട്. അപ്പം നോൺ IT സെക്ടേഴ്സിനുള്ളവർക്ക് അവരുടെ സെക്ടേഴ്സിൽ തന്നെ AI ഫങ്ഷൻസ് വരുന്നുണ്ട്.